പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് സീതാലക്ഷ്മി. ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥികൾ നടത്തുന്ന പഠനപോഷണ പരിപാടിയുടെ 26ാം ദിവസമായ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. 1859 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനനം. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തി. 1903 മെയ് 15 ആദ്യ SNDP യോഗം. 1924 ആലുവ സർവമത സമ്മേളനം. 1928 സെപ്റ്റംബർ 20 സമാധി. അയ്യൻകാളി. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനനം. പിതാവ് അയ്യൻ, മാതാവ് മാല. 1893 വില്ലുവണ്ടി സമരം നയിച്ചു. 1915 കല്ലുമാല സമരവും. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജനായിരുന്നു അയ്യൻകാളി. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പുലയരാജ എന്നാണ്. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. 1905 വേങ്ങാനൂരിൽ കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചു. 1940 ജൂൺ 18 മരണം. ചട്ടമ്പി സ്വാമികൾ. 1853 ഓഗസ്റ്റ് 25 ജനനം. വടിവേശ്വരത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രാചീന മലയാളം, ആദ്യ ഭാഷ എന്നിവയാണ്. 1924 മെയ് 5 മരണം. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1873 ഡിസംബർ 28 തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് ജനനം. പിതാവ് മുഹമ്മദ് കുഞ്ഞ്, മാതാവ് ഐഷ ബീബി. സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ചു. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ. 1932 മരണം. കുര്യാക്കോസ് ചാവറയച്ചൻ. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ജനനം. 1829 പൗരോഹിത്യം സ്വീകരിച്ചു. 1831 മെയ് 1 CMI രൂപീകരിച്ചു. 1871 ജനുവരി 3 മരണം.